ലൗഡ് സ്പീക്കറിൽ ഇനി UAE-യിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ. UAE-യിൽ ബേക്കറി ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ വിപണന രംഗത്തെ പ്രമുഖരായ അൽഖയാം ഗ്രൂപ്പ് പ്രവർത്തനം ഖത്തറിലേക്കും വ്യാപിപ്പിക്കുന്നു. ഈ മാസം 23-ന് ഖത്തർ തലസ്ഥാനമായ ദോഹയിലെ സൽവ റോഡിൽ ആദ്യ ശാഖയുടെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുമെന്ന് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മുഹമ്മദ് യൂസുഫ് ഹാജി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇന്ന് നമ്മൾ അൽഖയാം എന്നുള്ളത് വീണ്ടും ഖത്തർ സൗദി അറേബ്യ അങ്ങനെ ഭാഗങ്ങൾക്കൊണ്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. സൗദി അറേബ്യയിലെ ജിദ്ദ മക്ക ഹൈവേയിൽ പദ്ധതിയിട്ട ബേക്കറി യൂണിറ്റിനുള്ള ലൈസൻസിംഗ് നടപടികൾ പൂർത്തിയായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 1978-ൽ തൗഫീഖ് ബേക്കറി എന്ന പേരിൽ ലളിതമായി പ്രവർത്തനം തുടങ്ങിയ അൽഖയാം ഗ്രൂപ്പ് ഇന്ന് UAE-യിലെ ഏറ്റവും വലിയ ബേക്കറി ശൃംഖലയാണ്. അബുദാബി, ദുബായ്, ഷാർജ എന്നിവിടങ്ങളിലായി അൽഖയാം ഉൽപ്പന്നങ്ങൾക്ക് 12 ശാഖകളുണ്ട്. അടുത്തിടെ ദെയ്ദിൽ ഫാക്ടറിയും സ്ഥാപിച്ചു. എല്ലാ ശാഖകളും സമ്പൂർണ്ണ യന്ത്രവൽകൃതമാണ്. വാർത്താസമ്മേളനത്തിൽ ഡയറക്ടർ ഷംസുദ്ദീൻ, ജനറൽ മാനേജർമാരായ കുഞ്ഞഹമ്മദ്, CM മൻസൂർ, മാനേജർ മുഹമ്മദ് കുട്ടി, അഡീഷണൽ ജനറൽ മാനേജർ K അബ്ദുൽ ലത്തീഫ്, ഡെപ്യൂട്ടി ജനറൽ മാനേജർ അഡ്വക്കേറ്റ് KM മുരളീധരൻ, ഓപ്പറേഷൻസ് മാനേജർ KP ഷൌക്കത്ത് അലി, ചീഫ് അക്കൌണ്ടന്റ് MR സന്തോഷ് എന്നിവർ പങ്കെടുത്തു. നിരന്തരമുണ്ടാകുന്ന ഗർഭഛിദ്രം തടഞ്ഞ് ഗർഭധാരണത്തിനും പ്രസവത്തിനും സഹായിക്കുന്ന പുതിയ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയുമായി പ്രശസ്ത ലാപ്രോസ്കോപ്പിക് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഹഫീസ് റഹ്മാൻ ശ്രദ്ധേയനാകുന്നു. അടുത്തിടെയാണ് ഈ ശസ്ത്രക്രിയ വിജയകരമെന്ന് തെളിഞ്ഞത്. 19 തവണ ഗർഭമലസിപ്പോയ യുവതിയുടെ അതിസങ്കീർണമായ കേസിൽ അടുത്തിടെ ഈ നൂതന സങ്കേതം വിജയകരമായി പരീക്ഷിച്ചെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഡോക്ടർ ഹഫീസ് റഹ്മാൻ ചെയർമാനായ ബർദുബായിലെ ഇന്റർനാഷണൽ മോഡേൺ ഹോസ്പിറ്റലിലായിരുന്നു അൽവാസൽ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റായ യുവതിയുടെ ശസ്ത്രക്രിയ നടന്നത്. ഡോക്ടർ ഹഫീസിന്റെയും സംഘത്തിന്റെയും ശ്രമഫലമായി ആരോഗ്യമുള്ള കുഞ്ഞിനെ ഇവർ പ്രസവിച്ചു. 16 ആഴ്ച ഗർഭം ധരിച്ച ശേഷമാണ് ഇവർ ഇവിടെ ചികിത്സയ്ക്കെത്തുന്നത്. ഗർഭപാത്രത്തിന്റെ കവാടത്തിൽ തുന്നലിട്ടുകൊണ്ടുള്ള അതിസങ്കീർണമായ ശസ്ത്രക്രിയ നടത്തുകയും 34 ആഴ്ച ഗർഭം ധരിച്ചതിനു ശേഷം ഇവർ പ്രസവിക്കുകയുമായിരുന്നു. UAE-യിൽ നമ്മൾ ലാപ്രോസ്കോപ്പിക് സർജറി വളരെയധികം ഇന്ന് പ്രോഗ്രസ് ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ന് ഒരു പേഷ്യന്റ് 19 അബോർഷൻ കഴിഞ്ഞിട്ട്, അതായത് ഈ സെർവൈക്കൽ ഇൻകോമ്പറ്റൻസ് എന്ന് പറയാം, അതായത് ഗർഭപാത്രത്തിന്റെ അടിഭാഗം തുറന്നു പോകുന്ന ഒരു അസുഖമാണ്. അത് 3 തവണ ഇതിനു മുമ്പ് താഴെക്കൂടെ ഓപ്പറേഷൻ ചെയ്തിട്ട് നിൽക്കാത്തൊരു പേഷ്യന്റാണ്. പേഷ്യന്റ് തന്നെ ഇവിടുത്തെ ഒരു ഗൈനക്കോളജിസ്റ്റ് ആണ്. അപ്പോൾ അവർ 19 അബോർഷൻ കഴിഞ്ഞിട്ട് 20ാമത്തെ പ്രഗ്നൻസിയാണ് ഇന്റർനാഷണൽ മോഡേൺ ഹോസ്പിറ്റലിൽ എൻ്റെ അടുത്ത് വരുന്നത്. 20ാമത്തെ പ്രഗ്നൻസിക്ക് അവർ വരുമ്പോൾ തന്നെ വളരെ ലേറ്റ് ആയിട്ടാണ്, ഏകദേശം 16 ആഴ്ച പ്രഗ്നന്റ് ആയിട്ടാണ് വരുന്നത്. അത് നമ്മൾ ലാപ്രോസ്കോപ്പി കൂടെ എൻസെർക്ലാജി ലാപ്രോസ്കോപ്പി കൂടെ അതിന്റെ മുകളിൽ സ്റ്റിച്ച് ഇട്ടിട്ട് ഇന്ന് ആ കുട്ടി ഏകദേശം 34 ആഴ്ചയോളം കണ്ടിന്യൂ ചെയ്തിട്ട് നോർമൽ ആയിട്ടുള്ള ഒരു ഹെൽത്തി ബേബി ആയിട്ട് ഡെലിവറി ചെയ്തു. അപ്പം അത് വളരെ ഒരു ഇതായിട്ടുള്ളൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് ലാപ്രോസ്കോപ്പി കൂടെ അങ്ങനെ സ്റ്റിച്ച് ഇടാൻ പറ്റിയത്. കാരണം ഒരുപാട് പ്രഗ്നൻസീസ് ഇതുപോലെ നമ്മൾ അബോർട്ട് ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതെല്ലാം നമ്മൾ ഈ ലാപ്രോസ്കോപ്പി കൂടെ ഇത് സ്റ്റിച്ച് ഇടുകയാണെങ്കിൽ അത് സേവ് ചെയ്തെടുക്കാവുന്ന ഒരു കാര്യമാണ്. ശസ്ത്രക്രിയയിൽ ഡോക്ടർ ഹഫീസിനൊപ്പം ഡോക്ടർ നികിത ട്രഹാൻ, ഡോക്ടർ നന്ദിൻ മേനോൻ, ഡോക്ടർ അബീർ എന്നിവരും സഹായികളായി. അബോർഷന്റെ സാധ്യത ഇല്ലാതാകുന്നു എന്നതാണ് ഈ പുതിയ ചികിത്സ കൊണ്ടുള്ള മെച്ചം. ഇതാദ്യമായാണ് ഒരു മലയാളി ഡോക്ടറുടെ നേതൃത്വത്തിൽ UAE-യിൽ ഇത്തരമൊരു ശസ്ത്രക്രിയ നടത്തുന്നത്. മലയാളികൾക്ക് ഒരുപാട് സിറ്റുവേഷൻസ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് നാട്ടിൽ ഈ ടൈപ്പ് ഓപ്പറേഷൻസ് ഒരുപാട് നമ്മൾ ചെയ്യുന്നതാണ്. സൺറൈസ് ഹോസ്പിറ്റൽ എറണാകുളത്ത് കണ്ടമാനം ചെയ്യുന്നതാണ്. ഈവൻ പ്രഗ്നൻസി അബോർട്ട് ചെയ്ത് കുട്ടി പുറത്തേക്ക് വന്നിട്ട് വരെ നമ്മൾ അകത്തേക്ക് ഇട്ടിട്ട് സ്റ്റിച്ചിട്ട കണ്ടീഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം ഒരു 2-3 കൊല്ലം മുമ്പ് ഇതുപോലെ ഒരു വളരെ വലിയൊരു വാർത്തയായിട്ടുള്ളൊരു കണ്ടീഷനാണത്. അപ്പം ഇത് പണ്ട് നേരത്തെ ഉണ്ടായിട്ടുള്ളതാണ്. UAE-യിൽ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സർജറി ചെയ്യുന്നത്. നാട്ടിൽ നമ്മൾ കഴിഞ്ഞൊരു 3 കൊല്ലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സർജറിയാണത്. സീനിയർ കൺസൾട്ടന്റ് സർജൻ ഡോക്ടർ R പത്മകുമാർ, സ്പോർട്സ് മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് സർജൻ ഡോക്ടർ ജോർജ് ജോൺ, കാർഡിയോളജി വിദഗ്ധൻ ഡോക്ടർ രാജീവ് ലോജൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വൈവിധ്യമാർന്ന കലാപരിപാടികളോടെ ഫെക്ക ഓണാഘോഷം ദുബായ് രാഷിദ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. സാഹിത്യകാരനും കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനുമായ പെരുമ്പടവം ശ്രീധരൻ മുഖ്യാതിഥിയായി. പത്മശ്രീ ശോഭനയും സംഘവും അവതരിപ്പിച്ച കൃഷ്ണ ക്രോണിക്കിൾസ് എന്ന നൃത്തനാടകമായിരുന്നു ആഘോഷത്തിന്റെ മുഖ്യ ആകർഷണം. ഫെക്ക കുടുംബാംഗങ്ങളുടെ അത്തപ്പൂക്കളം, ഓണസദ്യ, കേരളത്തിലെ കലാലയങ്ങളിലെ പൂർവ്വ കലാപ്രതിഭകൾ അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങൾ എന്നിവ ആകർഷകമായി. ഗാനമേള, തിരുവാതിര, മാർഗംകളി, ഒപ്പന തുടങ്ങിയവയും ആഘോഷത്തിന് കൊഴുപ്പേകി.
സംഗീത സംവിധായകൻ ജോൺസനെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഗാനാഞ്ജലിയും നടന്നു. മിമിക്രി സിനിമാ താരം ശിവസൂര്യയുടെ കലാവിരുന്നായിരുന്നു മറ്റൊരു പ്രധാന ആകർഷണം. To quench this endless desire, and all I can do is cry your name. I'm reduced to a trembling, burning, dark candle. Beloved, you promised. കൃഷ്ണ ക്രോണിക്കിൾസ് മലയാളത്തിലും തമിഴിലും അവതരിപ്പിക്കാൻ ആലോചനയുണ്ടെന്ന് വാർത്താസമ്മേളനത്തിൽ ശോഭന പറഞ്ഞു. കലാകാരന്മാർ എപ്പോഴും വ്യത്യസ്തതയ്ക്ക് ശ്രമിക്കണമെന്ന അഭിപ്രായമാണ് തനിക്ക്. അതിൽ നിന്നാണ് ഇത്തരം കലാസൃഷ്ടികൾ പിറവിയെടുക്കുന്നത്. വ്യത്യസ്തത ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് പ്രമുഖ താരങ്ങളായ ഷബാന ആസ്മി, നന്ദിത ദാസ്, സൂര്യ, പ്രഭു, രാധിക തുടങ്ങിയവർ കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകാൻ തയ്യാറായതെന്നും അവർ പറഞ്ഞു. It's like a dance drama. It's a typical musical. It can only be categorized as a musical. Now, I might not be fully happy with it creatively, but what I'm saying is it has been named as a success. Why? Because largely the audiences that followed came to see the culture, came to see the story, and was not a dance Bharatanatyam understanding audience. It was the general public who, example abroad, want to bring their kids. They want to have a good time. They want their kids to see Indian culture, and they want the kids to learn about mythology. So it's mythology packed in a little more modern way, not too much. മലയാളത്തെയും ഭാഷയെയും സാഹിത്യത്തെയും സംസ്കാരത്തെയും സ്നേഹിക്കുന്നത് പ്രവാസി മലയാളികളാണ് എന്ന് എത്രയോ വട്ടം ഞാൻ പറയുകയും എഴുതുകയും ചെയ്തിട്ടുള്ളതാണ്. പ്രവാസി എഴുത്തുകാർക്ക് നോർക്ക നൽകിവരുന്ന അവാർഡ് കേരള സാഹിത്യ അക്കാദമി വഴിയാക്കുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്ന് അക്കാദമി അധ്യക്ഷൻ പെരുമ്പടവം ശ്രീധരൻ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ജൂബി കുരുവിള, സുരേഷ് കാവശ്ശേരി, ഫ്രാൻസിസ് മാത്യു, ആൽബർട്ട് അലക്സ്, ശിവസൂര്യ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. യുഎയിലെ പ്രവാസി സ്പന്ദനവുമായി ലൗഡ് സ്പീക്കർ ഇനി അടുത്തയാഴ്ച. ലൗഡ് സ്പീക്കറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഞങ്ങൾക്ക് എഴുതുക ntvui@gmail.com. ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 050-110-6364. ലൗഡ് സ്പീക്കറിലൂടെ അടുത്തയാഴ്ച കാണാം.